ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു 3.1 ആംപ്ലിഫയർ ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രെയിൻസ് ഓഡേഴ്സിൻ്റെ സ്റ്റീരിയോ റിമോട്ട് കിറ്റാണ്. അതുപോലെ തന്നെ അവരുടെ തന്നെ USB മോഡലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് പാനൽ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ 2 വ്യൂ മീറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൺട്രോള് ഫസ്റ്റ് വരുന്നത് എൻകോഡർ, രണ്ടാമത് വരുന്നത് സെൻട്രൽ ചാനലിൻ്റെയും സബിൻ്റെയും വോളിയമാണിത്. ഇത് സബിൻ്റെ ഫ്രീക്വൻസി, ഇത് സെൻട്രൽ ചാനലിൻ്റെ വോളിയം, ഇത് സബിൻ്റെ വോളിയം. അങ്ങനെയാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 സൈഡ് 2 വ്യൂ മീറ്റർ ഉണ്ട്. അത് G-Techൻ്റെ വ്യൂ മീറ്ററാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ നമ്മൾ കൊടുത്തിരിക്കുന്നത് 45045 10 ആംപിയറാണ്. നമ്മൾ 6 ട്രാൻസിസ്റ്റർ ബോർഡിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 30030 15 ആംപിയറാണ് നമ്മൾ ചാനൽസിന് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ സോഴ്സ് ചാർജർ ഉപയോഗിച്ചിട്ടുണ്ട്. 200 വാട്ട്സിൻ്റെ 3 ചാനലാണ് വരുന്നത്. അത് D-Tech ഓഡീസിൻ്റെ 4 ട്രാൻസിസ്റ്ററിൻ്റെ 3 ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റും, അതുപോലെ ഈ ഇരിക്കുന്നത് സെൻട്രൽ ചാനലിൻ്റെ ബോർഡാണ്. പിന്നെ ഇത് നമ്മുടെ സബിൻ്റെ ബോർഡാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വരുന്ന D-Techൻ്റെ തന്നെ എക്സ്ട്രീം സബ് ഫിൽട്ടർ ബോർഡാണ്. ഫ്രീക്വൻസിയും ഗെയിനും കൺട്രോൾ വരുന്ന ബോർഡാണ്. അതിൻ്റെ ടോപ്പിലിരിക്കുന്ന ഈ ബോർഡാണ് KMSൻ്റെ സെൻട്രൽ ചാനലിൻ്റെ ഫിൽട്ടർ ബോർഡാണ്. നമ്മൾ സെൻട്രൽ ചാനൽ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന് ലൂപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നതല്ല, സെപ്പറേറ്റ് തന്നെ കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ ഇത് നമ്മളെ ഫാനിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ബോർഡാണ്. ഇത് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ 3.1 ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ റിലേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് സെൻട്രൽ ചാനലിൻ്റെ റിലേ ആണ്. പിന്നെ പവർ സപ്ലൈ നോക്കുകയാണെങ്കിൽ 1000 MFT 63 വോൾട്ടിൻ്റെ 4 കപ്പാസിറ്ററാണ് നമ്മൾ ചാനൽസിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 1000 MFT 100 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് നമ്മൾ സബിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ലെഫ്റ്റിൻ്റെ, ഇത് ഫ്രണ്ട് റൈറ്റ്, സെൻറ്റർ, സബ്, ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇത് പവർ സ്വിച്ച്, ഇത് പവർ കോഡ്. നമ്മൾ കമ്പ്യൂട്ടർ ടൈപ്പ് സോക്കറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് 3 ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന റിമോട്ട് കിറ്റിൻ്റെ റിവ്യൂ നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അത് വെച്ചൊരു ആംപ്ലിഫയർ ഉടനെ ചെയ്യുന്നുണ്ടെന്ന്. ആ ആംപ്ലിഫയർ ഇതാണ്. ഈ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യാനാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് ഉണ്ടെങ്കിൽ അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആംപ്ലിഫയർ ഇതുപോലത്തെ ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.